ഇടുക്കിയിലാണ് വലിയ പ്രശ്നം നിലനിൽക്കുന്നത് അല്ലേ? എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓരോ ദൃശ്യങ്ങളിൽ കൂടിയും അറിഞ്ഞതാണ്. ഡാമുകളെ സംബന്ധിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞു. കല്ലാർ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. മുല്ലപ്പെരിയാറിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുകയാണ്. സ്പിൽവേയിലെ 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. മണിക്കൂറിൽ 1078 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് അസാധാരണ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ മുതൽ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്നൊരു വിവരമാണ്. അത്രത്തോളം വലിയ തോതിൽ തന്നെ വൃഷ്ടി പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടുകൂടി പെയ്ത മഴയാണ് ഇടുക്കിയുടെ വിവിധ ഇടങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയത്. മഴ ഇപ്പോഴൊന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ പോലും ഈ പെയ്ത മഴയുടെ ആഘാതം അത് വളരെ വലുതാണ്. പലയിടത്തും വലിയ തോതിൽ നഷ്ടമുണ്ട്. വെള്ളം കയറിയിരിക്കുന്നു. അവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ. മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. കല്ലാർ ഡാമൊക്കെ തുറന്നപ്പോഴുള്ള ഒരു ദൃശ്യങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിനിടയിൽ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്ന് നമുക്ക് വരുന്നൊരു വിവരം മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുകയാണ്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, പറയൂ. പൂജ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 3 സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. അതായത് R1, R2, R3 എന്നീ 3 സ്പിൽവേ ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. 75 സെൻറ്റിമീറ്റർ മാത്രമാണ് നിലവിൽ 3 ഷട്ടറുകളും തുറന്നിരിക്കുന്നത്. 1063 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പ്രദേശമാണ്. ഈ വെള്ളം ഒഴുകി എത്തുന്ന ആദ്യത്തെ ജനവാസ മേഖലയാണ് വള്ളക്കടവ് എന്ന് പറയുന്നത്. ഏകദേശം അരമണിക്കൂർ തൊട്ടിട്ട് 3/4 മണിക്കൂർ വരെയായിരിക്കും ഈ വെള്ളം ഇവിടം വരെ ഒഴുകി എത്താൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒന്നാകെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഒരെണ്ണം വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലുമായിട്ട് 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെള്ളം ഉയർന്നു പൊങ്ങുകയാണെങ്കിൽ അവിടേക്കൊക്കെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും. ഇനി 2ാം ഘട്ടമായിട്ട് 3 ഷട്ടറുകൾ കൂടി ഉയർത്തും. അത് ഈ ഡാമിലേക്കുള്ള വെള്ളത്തിൻ്റെ നീരൊഴുക്ക് നോക്കിയിട്ട് മാത്രമായിരിക്കും അത് തുറക്കുക. നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നത് രാവിലെ 8 മണിയോട് കൂടിയിട്ട് 13 ഷട്ടറുകളും ഉയർത്തുമെന്നായിരുന്നു. കാരണമെന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ അസാധാരണമായ രീതിയിലുള്ള മഴയായിരുന്നു ഈ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടി പ്രദേശത്തൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത്. 70,000 ഘനയടി വെള്ളത്തിന് മുകളിലാണ് ഈ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 1000 ഘനയടി വെള്ളത്തിന് അടുത്ത് മാത്രമാണ് ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്ന് മുല്ലപ്പെരിയാറിലേക്കുള്ള ഒരു നീരൊഴുക്ക് എന്ന് പറയുന്നത്. മഴ കുറഞ്ഞത് തന്നെയാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. മഴ കുറഞ്ഞ് കാലാവസ്ഥ തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന പ്രദേശം ഏതാണ്? പൂജ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് എന്ന് പറയുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തുറന്ന് ആദ്യം വെള്ളം ഒഴുകി എത്തുന്നതിലെ ആദ്യത്തെ ജനവാസ മേഖല എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ അതായത് ഇപ്പോൾ നിൽക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ഇതിൻ്റെ തൊട്ട് എൻ്റെ മുന്നിൽ ജനവാസ മേഖലയാണ്. വീടിൻ്റെ പിന്നിലായിട്ടാണ് ഈ പെരിയാർ ഒഴുകി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആറ്റിൽ വെള്ളം ഉയരുന്നതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ജനവാസ മേഖലകളിലേക്ക് വെള്ളം കയറുന്നത്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു അവസ്ഥ എന്തെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. നിലവിൽ 2 ക്യാമ്പുകളും സജീവമാക്കിയിട്ടുണ്ട്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുകയാണ്. സ്പിൽവേയുടെ 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ തുറന്നിരിക്കുകയാണ് എന്നുള്ള വിവരമാണ്. നിതിൻ ഇപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുമ്പോൾ ആദ്യം ആ വെള്ളം ഒഴുകിയെത്തുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ നിതിൻ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ കല്ലാർ ഡാം തുറന്ന സാഹചര്യം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. അത്രത്തോളം വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതാണ്. ഏറ്റവും ഒടുവിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നിരിക്കുന്നത്. സ്പിൽവേയുടെ 3 ഷട്ടറുകളാണ് 75 സെന്റിമീറ്റർ തുറന്നത്. മണിക്കൂറിൽ 1078 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്.
മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് അസാധാരണ മഴയാണ് എന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഡാമുകളൊക്കെ തുറക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. നിതിൻ തോമസ് ആണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.